ഹായ്, ഞാൻ റഫീഖ് വടകര, അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നു. അതായത് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം. ലോ ഓഫ് അട്രാക്ഷൻ എസ്പെഷ്യലി പണ്ടേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പോലോ കൊലോ പറയുന്നുണ്ട്, നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അത് തീവ്രമാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ കൂടെ നിൽക്കും. ഇതൊക്കെ ശരി തന്നെയാണ്. ഇക്റ് നീ വായിക്കുക, ഉദ്ദേശിച്ച എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈയിടെ ഒരു യൂട്യൂബുകളിൽ ഒരുപാട് പൊട്ടിവിട്ടിട്ട് ലേഡീസും റെയറായിട്ട് ചെറിയ കോട്ടൊക്കെ ധരിച്ചിട്ട് ജെൻസും ഉണ്ട്. അതിൽ 1000 പേരുണ്ടെങ്കിൽ 1, 2, 3 പേര് സത്യസന്ധമായിട്ടുള്ളതാണ്. ഈ നമ്മൾ ചില മോട്ടിവേറ്റർ സ്പീക്കേഴ്സില്ലേ, അവരുടെ കയ്യിൽ പട്ടിണിയെടുക്കാൻ പൈസ ഉണ്ടാവില്ല, വീട്ടിൽ അടുപ്പ് പുകയില്ല, പക്ഷെ മറ്റുള്ളവർക്ക് ഭയങ്കര ഉപദേശം കൊടുക്കും. ബിക്കോസ് എന്നെ പഠിപ്പിച്ച 2 അധ്യാപകന്മാർ, ഇപ്പോൾ ഈയിടെ ഞാൻ വെക്കേഷൻ പോയപ്പം ഒരു പാരലൽ കോളേജ് പഠിപ്പിച്ച നല്ലൊരു അധ്യാപകനാണ്. ഇടതുപക്ഷത്തിന് ഭയങ്കര ഇതും നല്ല പഠിപ്പിക്കുകയും തല്ലിയിട്ടാണ് പഠിപ്പിക്കുക, മുഖത്തടിച്ചിട്ടൊക്കെ പഠിപ്പിക്കുക. അദ്ദേഹം പാരലൽ കോളേജ് ഒഴിവായ ശേഷം അതൊരു മണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ മണി ചെയ്യുന്നുണ്ടല്ലോ, അതിൽപ്പെട്ട് പൈസ പറ്റിപ്പോയിട്ട് പുള്ളി സൂസൈഡ് ചെയ്തു. വേറെ ആളുണ്ട് അപാര പഠിപ്പിക്കൽ, ഇതുപോലെ തന്നെ തല്ലിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. പുള്ളിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടി, അവിടെ പോയി, അവിടുന്ന് മാറി ഗൾഫിൽ പോയി മടങ്ങി വന്നു. ചെറുതായിട്ടൊരു സിംറ്റം വന്ന നെക്കിന് ക്യാൻസർ ആകുന്നുണ്ട്, പുള്ളി സൂസൈഡ് ചെയ്തു. എന്നപോലെ ഒരുപാട് ലേഡീസും ജെൻസുണ്ട് ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വെറുതെ തന്നെ ഓരോന്ന് പറയുക. നമുക്കൊരു സംഭവം വിധിച്ചിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുക. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മൾ കരഞ്ഞിട്ട് പറഞ്ഞാൽ ദൈവം സ്വീകരിക്കും, കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരഞ്ഞതായിട്ട് ആക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും കൂടെ പ്രാർത്ഥിക്കണം, ഇതൊക്കെ പറയുന്നുണ്ട്. എന്നതുപോലെ ഈ ലോ ഓഫ് അട്രാക്ഷൻ കുറേയൊക്കെ ശരിയുണ്ട്. അവർ തന്നെ സ്വന്തം സമ്പാദിച്ചിട്ട് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ചിലത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ അനുഭവങ്ങളുണ്ടല്ലോ, അത് ചില ആൾക്കാർ വേറെ ആരോ പറഞ്ഞത് ഫേസ് കാണിക്കാതെ എഡിറ്റിട്ട് കയറ്റു നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് സക്സസ് സ്റ്റോറി ചിലത് കേട്ടാൽ നമുക്ക് ചിരി വരും. ഇന്നലെ രാത്രി കുളിമുറിയിൽ വെച്ച് മറന്നുപോയ സോപ്പ് ഇന്ന് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ കുറേ നാളായി ഒരു ആഗ്രഹിക്കുന്നു, ഒരു വിശേഷപ്പെട്ട സ്ഥലത്ത് അത് സാധിച്ചു, അത് നിങ്ങളുടെ കൂടെ കൂടിപ്പോയാണ്. അല്ലെങ്കിൽ എനിക്ക് 100 രൂപ കിട്ടി, 200 കിട്ടി, 1000 കിട്ടി. അതല്ലല്ലോ, അവർ വാഗ്ദാനം ചെയ്യുന്ന മില്യനേഴ്സ് ആക്കുമെന്നും പറഞ്ഞിട്ടാണ്. വെറുതെ യൂട്യൂബേഴ്സിനെ വ്യൂവേഴ്സ് കൂട്ടാനും അതുപോലെ തന്നെ കുറേ നമ്മുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഒരു തരം പറ്റിപ്പാണ്. എല്ലാവരും അല്ലേ, നല്ല ജെന്യൂനായ ആൾക്കാരുണ്ട്, അറിയുന്നവരുണ്ട്. നമ്മൾ അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിൽ മന്ത്രമോ മായാജലമോ ഒന്നുമില്ല, അവർ പറയുന്ന പോലെ ഫോളോ അപ്പ് ചെയ്തവർ. ഇപ്പം നമ്മൾക്ക് തന്നെ ചില സമയങ്ങളിൽ വെറുതെ സ്വപ്നത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാവും അവർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. നമ്മളിങ്ങനെ ബസ്സിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരുന്നിട്ട് വേറോട് ചിന്തിച്ച് ഇങ്ങനെ ചിരിക്കുമുണ്ടാവും. പെട്ടെന്ന് നമ്മൾ ആരെക്കുറിച്ച് ചിന്തിക്കുന്നത്, പെട്ടെന്ന് കുറേ കാലത്ത് എന്താടാ, അല്ല കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നപോലെ കുറേയൊക്കെ സത്യങ്ങളുണ്ട്. പക്ഷേ ആവശ്യമില്ലാതെ വേറെ അത് ചെയ്യുക ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുന്നവർ യൂട്യൂബ് റിവ്യൂസിനെ കൊണ്ട്, എസ്പെഷ്യലി ലേഡീസാണ് കൂടുതൽ ഇതിൽ പെട്ടിരിക്കുന്നതും. കൂടുതൽ ലേഡീസാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ആണുങ്ങൾ കുറവാണ്. നല്ലവരുണ്ട്, ജെന്യൂനുണ്ട്, അത് വേറെ പറയാം, വെറുതെ പറയാം. പിന്നെ നമ്മൾക്ക് സംഭവം കിട്ടാതെ കിട്ടിയെന്ന് പറയാം, അതൊക്കെ ഒരു പോസിറ്റീവാണ്. നമ്മൾക്ക് കിട്ടിയതായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓക്കെ, അതൊക്കെ ശരിയാവും. പക്ഷേ മറ്റുള്ളവർ ഒരാളത് കണ്ടിട്ട് മറ്റുള്ള ഇതിങ്ങനെ കോപ്പി അടിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഗ്രിയോ ഒന്നും ഉണ്ടാവില്ല, വെറുതെ തന്നെ ഇങ്ങനെ പറയാം. ഡിഗ്രി ഉള്ളവരും ഇതിൻ്റെ കോഴ്സ് കഴിഞ്ഞവരും എക്സ്പീരിയൻസ് ആയിട്ട് ഒരാളുടെ അണ്ടറിൽ നമ്മൾ ഇതേപോലെ കോഴ്സ് പഠിച്ചിട്ട് പിന്നീട് അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ അതൊക്കെ ഉണ്ട്. കഴിവുള്ളവരുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ വെറുതെ ഞാൻ പറയുന്നില്ല, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ യൂട്യൂബിൽ ബ്ലോക്ക് ചെയ്യണം, അങ്ങനെ ഒരു നിയമം വരണമെന്നാണ് ഞാൻ പറയുന്നത്. കണ്ട അണ്ടനോ അല്ലെങ്കിൽ പല ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ ലേഡീസാണ് കുറേ പുട്ടിയൊക്കെ ഇട്ടിട്ട് പ്രത്യേക മോഡൽ ഡ്രസ്സൊക്കെ ധരിച്ച് ആൾക്കാരെ പേടിപ്പിക്കുന്ന മോഡലും വല്ല അതിൻ്റെ ഇതിലെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല. വെറുതെ നമ്മൾ ആ ടൈം കളയാണ്. ആ യൂട്യൂബ് കാണുന്ന നേരം കൊണ്ട് വല്ല മറിമായം കണ്ട് കാണും, നമുക്കതിൽ മനസ്സുഖം കിട്ടും. മറിമായം കിട്ടും. എത്ര വർഷമായി എല്ലാവർക്കും, ഈവൻ ന്യൂ ജനറേഷൻ
പഴയ ജനറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയില്ല മറിമായം. അർത്ഥവത്തായ കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം നാട്ടിൽ നടക്കുന്നത്, അതിൻ്റെ ഓരോ നമ്മൾ ഗവൺമെൻറ് സർവീസിലായിക്കോട്ടെ ഏതെങ്കിലും എല്ലാ സംഭവങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്, വരച്ച് കാണിക്കുന്നുണ്ട് അവർ. അല്പം നർമ്മം കലർത്തിയാണെങ്കിലും ചിലതൊക്കെ നമ്മളെ കരയിപ്പിച്ചിട്ടാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണും. അല്ല ഇതൊക്കെ ആര് കാണാൻ പോകുന്നത്? ഓക്കെ, നല്ലതിന് മാത്രം ഫോളോ അപ്പ് ചെയ്തോളൂ. താങ്ക് യു. റഫീഖ് വടകര ഫ്രം അബുദാബി.